പേര് ആഷ്ലി ബാബു. ഞാൻ കോട്ടയം ജില്ലയിൽ നിന്ന് വരുന്നു. ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് 7/10/2022 ഞാൻ ഉടമ്പടി എടുക്കാനുണ്ടായ കാരണം എന്ന് പറയുന്നത്, ഞാൻ 3 പ്രാവശ്യം OETയുടെ എക്സാം എഴുതിയിട്ടും എനിക്ക് വേണ്ടത്ര സ്കോർ ലഭിച്ചിരുന്നില്ല. അപ്പോൾ എൻ്റെ ഫ്രണ്ട് പറഞ്ഞു, ഞാൻ എൻ്റെ ഫ്രണ്ടുമായി വന്നാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. ഞാൻ എൻ്റെ ആദ്യത്തെ ഉടമ്പടിയിൽ നിന്നുകൊണ്ട് 2 പ്രാവശ്യം OETയുടെ എക്സാം എഴുതി. പക്ഷേ അതിനെനിക്ക് ലിസണിങ്ങിന് സ്കോർ ലഭിക്കുന്നില്ലായിരുന്നു. അതിൻ്റെ കാരണം എന്നത്, ഞാൻ OET എങ്ങനെയെങ്കിലും ജയിക്കണം എന്നുള്ള ഒരു ലക്ഷ്യത്തിൽ മാത്രമാണ് വന്ന് ഉടമ്പടി എടുത്തത്. പിന്നീട് പക്ഷേ എനിക്ക് ആ ആദ്യത്തെ ഉടമ്പടിയിൽ ആത്മീയമായി ഒരുപാട് വളരാൻ സാധിച്ചു. ഞാൻ ജനുവരി 10 വന്ന് ഉടമ്പടി പുതുക്കി. ജനുവരി 14 ഞാൻ OETയുടെ എക്സാം എഴുതി. അതിൻ്റെ റിസൾട്ട് വന്നപ്പം എനിക്ക് ലിസണിങ്ങിന് B സ്കോർ ലഭിച്ചു. അങ്ങനെ ഞാൻ എൻ്റെ ന്യൂസിലാൻഡ് പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ എൻ്റെ ന്യൂസിലാൻഡ് പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തപ്പം ഭയങ്കര തടസ്സങ്ങളായിരുന്നു. പക്ഷേ എൻ്റെ ഓരോ തടസ്സങ്ങളും എന്നെ ദൈവത്തിലേക്ക് കൂടുതൽ അടുപ്പിക്കുകയായിരുന്നു ഉണ്ടായിരുന്നത്. എനിക്ക് OETയുടെ റിസൾട്ട് വരുന്നതിന് മുമ്പ് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചത് ഇങ്ങനെയായിരുന്നു: അമ്മ, എനിക്ക് പോകാൻ ആഗ്രഹമുള്ള ഒരു രാജ്യം എന്ന് പറയുന്നത് അയർലൻഡാണ്. പക്ഷേ അത് എൻ്റെ ഇഷ്ടമാണ്. പക്ഷെ അമ്മയുടെ ഇഷ്ടമുള്ള ഒരു രാജ്യത്തിനുള്ള സ്കോർ തന്നാൽ മതി. ഇനി എനിക്ക് OET പാസ്സാകാൻ കഴിഞ്ഞില്ലെന്നുണ്ടെങ്കിൽ ഞാൻ UK കെയറായിട്ട് പോവുകയാണെന്നായിരുന്നു. അപ്പോഴാണ് അമ്മ എനിക്ക് ന്യൂസിലാൻഡ് എന്നൊരു രാജ്യത്തിൻ്റെ സ്കോർ തന്ന് അനുഗ്രഹിച്ചത്. ഞാൻ ന്യൂസിലാൻഡിൻ്റെ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എനിക്ക് ന്യൂസിലാൻഡ് എന്നൊരു രാജ്യത്തിൻ്റെ പേരല്ലാതെ അത് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണമെന്നോ ഒന്നും എനിക്കറിയില്ലായിരുന്നു. പക്ഷേ എൻ്റെ പ്രോസസ്സിങ്ങിൻ്റെ ഓരോ സ്റ്റേജിലും എനിക്കറിയാൻ മേലാത്ത, പക്ഷേ അമ്മയുമായി ബന്ധപ്പെട്ട് ചേച്ചിമാരോ ചേട്ടായിമാരോ ഒക്കെ വന്ന് എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തു ഓരോ സ്റ്റേജിലും. പക്ഷേ പലരെയും ഞാൻ നേരിട്ട് പോലും കണ്ടിട്ടില്ല എന്നുള്ളതാണ്. പക്ഷെ അവരെല്ലാം ഉടമ്പടിയിൽ നിൽക്കുന്നവരാണ്. അങ്ങനെ ഞാൻ ഇവിടം വരെ എത്തി. ഞാൻ ഈ മാസം 29 ന്യൂസിലാൻഡിന് പോവുകയാണ്. എനിക്ക് മെയ് 3 അവിടെ ക്യാപ്പിന് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യും. ഇതാണ് എൻ്റെ ഒന്നാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത്. ഞാൻ ഈ OETയുടെ എക്സാമിന് പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് കിട്ടിക്കൊണ്ടിരുന്ന ഒരു വചനം എന്ന് പറയുന്നത് പുറപ്പാട് 14:14 കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും, നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി. ഞാൻ OETയുടെ എക്സാമിന് OETയുടെ എക്സാം ആണെങ്കിൽ എൻ്റെ തലേന്ന് പോയി തന്നെ ഞാൻ കുമ്പസാരിക്കുമായിരുന്നു. രാവിലെ പോയി വിശുദ്ധ ബലിയിൽ പങ്കെടുത്തിട്ടേ ഉള്ളൂ ഞാൻ എക്സാമിന് പോകുകയുള്ളായിരുന്നു. ഞാൻ എക്സാം ഹാളിൽ കയറിയാലും ഞാൻ കൂടുതലും ബൈബിളുമായിട്ട് പോകുന്നു. ഞാനിപ്പം ഓൾറെഡി 2 പ്രാവശ്യം ബൈബിൾ ഫുൾ വായിച്ചു കഴിഞ്ഞു. 3ാമത്തെ പ്രാവശ്യം വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം എന്നെ സ്പർശിച്ച വചനങ്ങളൊക്കെ ഞാനിങ്ങനെ അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഞാൻ അതെല്ലാം ഇങ്ങനെ റിപ്പീറ്റ് അടിച്ച് ബൈബിളിൽ വായിച്ചുകൊണ്ടിരിക്കും. പിന്നെ ഞാൻ കയറുന്നതിന് മുമ്പ് എൻ്റെ പൗച്ചിൻ്റെ അകത്ത് ഞാൻ ഉടമ്പടി ഉപ്പ് വിതറും. പിന്നെ ഉടമ്പടി തേനും തൈലവും എല്ലാം ഞാൻ നേർച്ച വസ്തുക്കളൊക്കെ ഞാൻ പ്രാർത്ഥനയോട് ഉപയോഗിക്കാറുണ്ട്. ഞാൻ കയറുന്നതിന് മുമ്പ് തൈലൊക്കെ നാക്കിലും എൻ്റെ ചെവിയിലും കണ്ണിലും കയ്യിലും നെറ്റിയിലും എല്ലാം കുരിശ് വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ കയറുന്നത്. എന്നിട്ട് ഞാൻ അപ്പം നമുക്ക് OETയുടെ എക്സാമിന് കയറി കഴിയുമ്പം നമുക്ക് ഇങ്ങനെ നേർച്ച വസ്തുക്കളൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പം നമ്മൾ പൗച്ചിൽ അങ്ങനെ ഇരിക്കുമ്പോൾ ആ ഉപ്പിൻ്റെ കുറച്ചൊക്കെ അവിടെ ഇവിടെയും കാണും. അതെടുത്ത് ഞാൻ എൻ്റെ ഓരോ മോഡ്യൂൾസിൻ്റെ മീൻസ് ലിസണിങ് റീഡിംഗ് ഒക്കെ കിട്ടുമ്പോൾ ഞാൻ ഓരോ കുറച്ചെടുത്ത് ഞാനിങ്ങനെ കുരിശ് വരച്ചാണ് വിശ്വാസ പ്രമാണം ചൊല്ലിയാണ് ഞാൻ അവർക്ക് കൊടുത്തുകൊണ്ടിരുന്നത് എൻ്റെ പേപ്പർ. ഇതായിരുന്നു എൻ്റെ ഒന്നാമത്തെ സാക്ഷ്യം. എൻ്റെ 2ാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത് എൻ്റെ മൂത്ത ചേച്ചിക്ക് വേണ്ടിയാണ്. എൻ്റെ മൂത്ത ചേച്ചി ഒരു ഹൈസ്കൂൾ അധ്യാപികയാണ്. ചേച്ചിക്ക് 2 വർഷമായിട്ട് ചേച്ചിയുടെ അപ്പോയിൻമെൻറ്റ് പാസ്സാകുന്നില്ലായിരുന്നു. അത് ഞാൻ എൻ്റെ ഉടമ്പടിയിൽ ഒരു നിയോഗമായി വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ചേച്ചിയുടെ അപ്പോയിൻമെൻറ്റ് പാസ്സായി കിട്ടി. പിന്നെ എൻ്റെ 3ാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത് ചേട്ടായിക്ക് വേണ്ടിയാണ്. ചേട്ടായി എന്ന് പറയുന്നത് എൻ്റെ 2ാമത്തെ ചേച്ചിയുടെ ഹസ്ബൻഡാണ്. ചേട്ടായിയുടെ ജോലി റിസൈൻ ചെയ്തിരുന്നു. അത് കഴിഞ്ഞ് ചേട്ടായിക്ക് ജോലിയൊന്നും ലഭിക്കുന്നില്ലായിരുന്നു. അത് ഞാനൊരു നിയോഗമായി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ചേട്ടായിക്ക് അയർലൻഡ് ഗവൺമെൻറ്റിൽ ഇപ്പോൾ ഒരു ജോലി ലഭിച്ചു. പിന്നീട് എനിക്ക് കോവിഡിൻ്റെ സമയത്ത് കോവിഡ് വന്നതിൻ്റെ ഒരു സൈഡ് എഫക്റ്റായിട്ട് എനിക്ക് ഭയങ്കരമായി വിട്ടുമാറാത്തൊരു നടുവേദന ഉണ്ടായിരുന്നു. ഞാൻ പല ഡോക്ടേഴ്സിനെയും കാണിക്കുമ്പോഴും അവരെനിക്ക് കുറേ പെയിൻ കില്ലേഴ്സ് തരുന്നല്ലാതെ പ്രത്യേകിച്ച് ട്രീറ്റ്മെൻ്റ് ഒന്നും ഇല്ലായിരുന്നു. ഞാൻ ഉടമ്പടി നേർച്ച വസ്തുക്കളായ ഉടമ്പടി തൈലം, തേൻ, ഉപ്പ് ഇവ ഉപയോഗിച്ച് പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് ഉപയോഗിച്ചതിൻ്റെ ഫലമായി എനിക്ക് നടുവേദന വിട്ടുമാറി. പിന്നെ ഞാൻ ഇവിടെ നിന്ന് ഉടമ്പടി എടുത്ത് പോകുന്ന ഫസ്റ്റ് ഉടമ്പടി എടുത്ത് പോകുന്ന നെക്സ്റ്റ് ഡേ എനിക്കൊരു വലിയൊരു ആക്സിഡൻറ്റ് ഉണ്ടാകേണ്ടതായിരുന്നു. അതിൽ നിന്ന് മാതാവിൻ്റെ നീല മേലങ്കയ്ക്ക് അകത്ത് പൊതിഞ്ഞ് സംരക്ഷിച്ചു.
അതുപോലെ തന്നെ എൻ്റെ കുടുംബാംഗങ്ങൾക്കും പല പല അപകടങ്ങളുണ്ടായപ്പോഴും എല്ലാം അമ്മയുടെ ഒരു പ്രത്യേക ഇടപെടലിൽ അവർക്കൊന്നും ഒരു പോറൽ വെക്കാതെ അമ്മ പ്രത്യേകമായി സംരക്ഷിക്കുന്നുണ്ട്. ഞാൻ ഇവിടെ നിന്ന് ആദ്യമായി ഉടമ്പടി എടുത്ത് പോകുന്ന സമയത്ത് ഇവിടുന്ന് ഞാൻ എൻ്റെ യാത്ര സ്റ്റാർട്ട് ചെയ്ത് എൻ്റെ വീട്ടിലെത്തുന്നിടം വരെ എനിക്ക് മാതാവിൻ്റെ ഒരു മുല്ലപ്പൂവിൻ്റെ നല്ലൊരു സുഗന്ധ അഭിഷേകമുണ്ടായിരുന്നു. പിന്നെ എൻ്റെ കുടുംബാംഗങ്ങളാണ്, എൻ്റെ അമ്മയാണെങ്കിലും പപ്പായൊക്കെ ആണെങ്കിലും ജപമാല ചെല്ലുമ്പോഴും സായാഹ്ന പ്രാർത്ഥനയ്ക്കൊക്കെ മുല്ലപ്പൂവിൻ്റെ ഒരു പ്രസൻസ് അവർക്കെല്ലാം അത് ആ മാതാവിൻ്റെ പ്രസൻസ് ഫീൽ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. എൻ്റെ കാരുണ്യ പ്രവർത്തികൾ എന്ന് പറയുന്നത് ഞാൻ പൊതിച്ചോറ് നാഗമ്പടം ബസ് സ്റ്റാൻഡുകളിലും മെഡിക്കൽ കോളേജിൻ്റെ പരിസരത്തൊക്കെ കൊണ്ടുപോയി വിതരണം ചെയ്യാറുണ്ട്. നവജീവനെ കൊണ്ടുപോയി പൈസ കൊടുക്കാറുണ്ട്, ഡ്രസ്സ് കൊടുക്കാറുണ്ട്. പിന്നെ എന്നോട് OETക്ക് ആരെങ്കിലും ഹെൽപ്പ് ചോദിച്ചാൽ ഞാൻ അവരെയൊക്കെ എല്ലാം ഹെൽപ്പ് ചെയ്യാറുണ്ട്. 3 പേർക്ക് ഞാൻ സ്പീക്കിങ്ങിന് ക്ലാസ് എടുത്ത് കൊടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ ബാക്കി മോഡ്യൂൾസ് എനിക്ക് അറിയാവുന്ന പോലെയൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കും. പിന്നെ ആരെന്നോട് എന്ത് ഹെൽപ്പ് ചോദിച്ചാലും എന്നെക്കൊണ്ട് പറ്റുന്നത് പോലെയൊക്കെ ഞാൻ ഹെൽപ്പ് ചെയ്യാറുണ്ട്. പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത് ഇവിടെ കിട്ടുന്ന പത്രം ഞാൻ ജില്ലാ ആശുപത്രി, കോട്ടയം മെഡിക്കൽ കോളേജ്, അവിടെ രോഗികൾക്ക് അല്ലെങ്കിൽ രോഗികൾക്ക് കിട്ടിയതാണെങ്കിൽ അതിൻ്റെ പരിസര പ്രദേശം വഴി നടന്ന് അവർക്കെല്ലാവർക്കും ഞാൻ കൊടുക്കാറുണ്ട്. പിന്നെ ഇവിടുത്തെ സാക്ഷ്യങ്ങളും ഉടമ്പടി ധ്യാനമൊക്കെ ഞാൻ കേൾക്കുകയും അത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യാറുണ്ട്. പിന്നെ എൻ്റെ ആത്മീയ ജീവിതം എന്ന് പറയുന്നത് നേരത്തെ ഞാൻ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് ഞാൻ ഞായറാഴ്ച പള്ളിയിൽ പോകും, കുടുംബ പ്രാർത്ഥനയുണ്ട്, 1 മാസം അല്ലെങ്കിൽ 2 മാസം കൂടുമ്പോൾ ഒന്ന് കുമ്പസാരിക്കും, ഇത്രയേ ഉള്ളായിരുന്നു. പക്ഷെ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു പോയതിൽ പിന്നെ ഞാൻ എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ എനിക്ക് പങ്കെടുക്കാൻ സാധിക്കുന്നുണ്ട്. പിന്നെ എൻ്റെ പ്രാർത്ഥനയെന്ന് പറഞ്ഞാൽ ഒരുപാട് വളർന്നു. എനിക്ക് അരമണിക്കൂർ ബൈബിൾ വായിക്കാൻ കഴിയുന്നു, 2 ആഴ്ച കൂടിയുള്ള കുമ്പസാരം. അങ്ങനെ പൂർണ്ണമായി എൻ്റെ ജീവിതം എന്ന് പറയുന്നത് ദൈവം അങ്ങ് വിശുദ്ധീകരിച്ചെടുത്തു. എന്നെ ഒരുപാട് എളിമപ്പെടാൻ സഹായിച്ചു. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന ഈശോയ്ക്കും അമ്മയ്ക്കും ഒരുപാട് നന്ദി. ഇനി എനിക്ക് ഇവിടെ വന്ന് സാക്ഷ്യം പറയാൻ കഴിയുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. അമ്മയുടെ മകളായി ജീവിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു.